ഹലോ വെൽക്കം ടു ജോബ് റൂൾസ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു പുതിയ ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ SSC MTS ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ആൻഡ് ആ ചാപ്റ്റർ വന്നിട്ട് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ ആണ്. ഇത് ഈ എക്സാമിന് മാത്രമല്ല എല്ലാ എക്സാംസിനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പറയുന്നത് തന്നെത്താനെ ഒരു പടി. ഇപ്പം ഞാൻ MTSൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ തന്നെ CHSLനെയും CGLനെയും എല്ലാം ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഈ CGLന് ഒരുപാട് ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ CHSLൻ്റെ എല്ലാം നോക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2013 MTSന് ചോദിച്ചിട്ടുള്ളതാണ്. The ratio between a 2-digit number and the sum of the digits of the number is 4:1. The digit at the unit place is 3 more than the digit at the tens place, then the number is. അപ്പോൾ നമുക്കൊരു നമ്പറും അതിൻ്റെ 2-digit നമ്പറും അതിൻ്റെ ആ 2 ഡിജിറ്റ് തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്നതിൻ്റെ റേഷ്യോ 4:1 എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ മിക്കവാറും നമ്മൾ ഓപ്ഷൻ സോൾവ് ചെയ്താൽ തന്നെ ആൻസർ കിട്ടുന്ന പ്രോബ്ലംസ് ഉണ്ടാകും. ഇങ്ങനത്തെ പ്രോബ്ലംസൊക്കെ, അതായത് ഒരു 2 സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന പ്രോബ്ലംസൊക്കെ മിക്കവാറും നമുക്ക് ഓപ്ഷൻ വഴി സോൾവ് ചെയ്യാൻ പറ്റും. നമുക്കിതും ഓപ്ഷൻ വഴി എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് 4:1, പിന്നെ രണ്ടാമത്തെ ലൈനാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഓപ്ഷൻ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ദ ഡിജിറ്റ് അറ്റ് ദ യൂണിറ്റ് പ്ലേസ് 3 മോർ ദാൻ ദ ഡിജിറ്റ് 10 പ്ലേസ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഏതെങ്കിലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം. ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. സോ 6ൻ്റെ കൂടെ 3 കൂട്ടിയാൽ തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, 7. സോ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ 6 + 3 = 9, അതും സാറ്റിസ്ഫൈ ആയി. 3 + 3 = 6, അതും സാറ്റിസ്ഫൈ ആയി. 2 + 3 = 5, അപ്പോൾ അതും സാറ്റിസ്ഫൈ. അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ 4 ഓപ്ഷനും കറക്റ്റാണ്. നമുക്ക് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് തിരിച്ചു പോകാം. ഇവർ പറയുന്ന നമ്പറും നമ്പറിൻ്റെ ഡിജിറ്റും തമ്മിൽ കൂട്ടിയാൽ 4:1 എന്ന റേഷ്യോ കിട്ടും. ഇനി ഈ റേഷ്യോ ഇതിലേതെങ്കിലും വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്പർ 47 ആണ്. റേഷ്യോ ഇത് രണ്ടും കൂട്ടിയാൽ 4 + 7 = 11. 4:1 എന്ന റേഷ്യോ ഒരിക്കലും വരില്ല. അടുത്ത നമ്പർ 69 ആണ്. ഇവരുടെ റേഷ്യോ കൂട്ടിക്കഴിഞ്ഞാൽ 15 വരും. ഇതും 4:1 വരില്ല. അടുത്തത് 36 ആണ്. ഇവർ കൂട്ടിക്കഴിഞ്ഞാൽ 9. ഇത് 4:1 വരുന്നുണ്ട്. സോ ഒന്നെങ്കിൽ ഓപ്ഷൻ ഇതായിരിക്കും. ഇനി നമുക്ക് അടുത്തതും കൂടെ നോക്കാം. 25 5 + 2 7. ഓക്കെ, ഇതും വരില്ല. അപ്പോൾ നമുക്ക് ഒരേ ഒരു ഓപ്ഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് തേർഡ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇപ്പോൾ ഞാൻ പറയുമ്പോൾ കൂടുതൽ ടൈം എടുക്കുന്നേ ഉള്ളൂ. നമ്മൾ എക്സാം ഹാളിൽ നിന്ന് ചെയ്യുമ്പോൾ സ്പീഡിൽ ചെയ്ത് തീർക്കാൻ പറ്റും, പക്ഷേ പ്രാക്ടീസ് വേണം കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2017 SSC MTSന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ₹1980 is divided among A, B and C so that half of A's part, 1/3 of B's part and 1/6 of C's part are equal. Then B's part ആണ്. ഇത് ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം മൊത്തം നമുക്ക് അതേ എമൗണ്ട് 1980 രൂപയെ 3 പേർക്ക് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. A, B ആൻഡ് C 3 പേർക്ക് കൊടുത്തു. അപ്പം ഇതിൻ്റെ അകത്ത് ബിയുടെ എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് എയുടെ 1/2 എന്ന് പറയുന്നതും ബിയുടെ 1/3 എന്ന് പറയുന്നതും സിയുടെ 1/6 എന്ന് പറയുന്നതും ഈക്വലാണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു ഇക്വേഷൻ, ചിലപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിന് പകരം ഈ ഒരൊറ്റ ഇക്വേഷൻ തന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് A:B:C എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം വരാണെങ്കിൽ നിങ്ങൾ നോക്കുക. എയുടെ കോഎഫിഷ്യൻറ്റ് 1/, ഏതെങ്കിലും ഒരു നമ്പർ, ബിയുടെ കോഎഫിഷ്യൻറ്റ് 1/, ഏതെങ്കിലും ഒരു നമ്പർ, സിയുടെ കോഎഫിഷ്യൻറ്റ് 1/, ഏതെങ്കിലും ഒരു നമ്പർ തന്നിട്ട് ഇത് മൂന്നും ഈക്വൽ ആണെന്ന് പറയുകയാണെങ്കിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ കിടക്കുന്ന നമ്പേഴ്സ് എടുത്തെഴുതിയാൽ മതി. അതായത് ഇവിടെ A:B:C എന്ന് പറഞ്ഞാൽ 2:3:6 ആയിരിക്കും. ഡിനോമിനേറ്റർ നേരെ എടുത്ത് എഴുതേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ എത്രയാണ് ശരിക്കും കിട്ടുന്നത്? 3. ഇവരുടെ ടോട്ടൽ എത്രയായിരുന്നു പറയുന്നത്? 1980 ഇൻറ്റു ബിയുടെ വാല്യൂ എഴുതുക. ബിയുടെ ആണല്ലോ കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് ബിയുടെ എഴുതുക. ഡിവൈഡഡ് ബൈ ടോട്ടൽ എഴുതുക. 6 + 3 + 2 11. ബിയുടേത് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇത് 1 ടൈം 8 ടൈം ആൻഡ് 0. അപ്പോൾ 3 × 180, 8 3s are 24, 2 3 1 is 3 4 5 50 540. ഇതാണ് ബിയുടെ എമൗണ്ട്.
കിട്ടുന്നത്. ഇൻ സപ്പോസ് എയുടെ ആണ് ചോദിച്ചെങ്കിൽ ഇവിടെ 3 പകരം 2 എഴുതുക. ഈ സിയുടെ ആണ് ചോദിക്കുന്നതെങ്കിൽ 3 പകരം 6 എഴുതിയാൽ മതി. ഇവരെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. ബേസിക് പ്രോബ്ലം ആണ്. ഫസ്റ്റ് ഓപ്ഷൻ 540 ആണ് ബിയുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Question നോക്കാം. Two numbers are in the ratio of 5:3. If 9 be subtracted from each number, then the new ratio is 9:5. What are the two numbers എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മുടെ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 5:3 പിന്നെ തന്നിരിക്കുന്നത് 9 കുറച്ച് കഴിഞ്ഞാൽ അവരുടെ റേഷ്യോ 9:5 ആകും. അപ്പോൾ ഈ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് നോക്കുക. 2 ഉണ്ട് ഇവരുടെ ഡിഫറൻസ്. ഇവരുടെ ഡിഫറൻസ് നോക്കിയാൽ 4 ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് വരില്ല അല്ലേ. ഇത് നമുക്ക് എന്താക്കണം? സിമിലർ ഡിഫറൻസ് ഉള്ള നമ്പേഴ്സ് ആക്കണം. സോ ഇതിനെ സിമിലർ ഡിഫറൻസ് ആക്കണമെങ്കിൽ, അതായത് നമുക്ക് സപ്പോസ് 10:20 ആണ് നമ്പേഴ്സ് എന്ന് വിചാരിക്കാം. അതിൽ നിന്ന് 9 കുറച്ചാൽ എന്താകും? 1:11 ആകും. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എന്താണ്? 10 ആണ്. ഇവരുടെ ഡിഫറൻസും 10 ആണ്. അങ്ങനെ വരത്തുള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് സിമെട്രിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് ഡിഫറൻസിനെ നമുക്ക് സിമിലർ ആക്കണം. അപ്പോൾ ഡിഫറൻസിനെ ഞാൻ സിമിലർ ആക്കുകയാണ്. ഇൻറ്റു 2 ചെയ്തു. ഇതിനെ ഇൻറ്റു 2 ചെയ്യുക എന്ന് വെച്ചാൽ ഈ രണ്ട് നമ്പേഴ്സിനെയും ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ 10:6 എന്നും താഴെ 9:5 തന്നെ വരും. അപ്പം ഇവരുടെ രണ്ടുപേരുടെ ഡിഫറൻസ് 4 ആയി. ഓക്കെ, ഇവിടെയും 4 ഡിഫറൻസ് വന്നു, ഇവിടെയും 4 ഡിഫറൻസ് വന്നു. ഇനി ഇങ്ങോട്ട് നോക്കുക. ഇവരുടെ ഡിഫറൻസ് എത്രയാണെന്നാണ് പറഞ്ഞത്? 9 കുറച്ചത് അല്ലേ. അപ്പോൾ 9 ശരിക്കും വേണ്ടത്. പക്ഷേ എത്രയുണ്ട്? 1 ഉള്ളൂ. ഇവിടെയും 1 പക്ഷേ കുറച്ചത് 9. അപ്പോൾ ഇവരുടെ ഈ റേഷ്യോയുടെ ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ 9. ഓക്കെ, ഈ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ നമ്പേഴ്സിൻ്റെ റേഷ്യോ എത്രയാണ് കിട്ടിയത്? 10:6 ആണ് അല്ലേ. സോ 10:6 ഒരു യൂണിറ്റിൻ്റെ തുക 9 ആണെങ്കിൽ 10 യൂണിറ്റിൻ്റെ തുക എത്രയായിരിക്കും? 90:6 യൂണിറ്റിൻ്റെത് 54. ഇതായിരിക്കും നമ്മുടെ നമ്പേഴ്സ്. കറക്റ്റ് ആൻസർ തേർഡ് ഓപ്ഷൻ 90 and 54 ആണ്. 78 is divided into 2 parts such that the ratio between 4 times of the first part and 5 times of the second part is 14:15. The first part is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് പാർട്ടിനെ സപ്പോസ് നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഫസ്റ്റ് പാർട്ട് എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ പാർട്ട് എന്തായിരിക്കും? 78 - x. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എത്രയാണ്? 4 പാർട്ട് ഓഫ് ഫസ്റ്റും 5 പാർട്ട് ഓഫ് സെക്കൻഡും എടുത്തു കഴിഞ്ഞാൽ അവരുടെ റേഷ്യോ 14/15. ഇപ്പോൾ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമുക്കിത് ചെറുതാക്കാം. 2 and this is 7. ഇവിടെ 3 വരും. സോ ഇതിൻ്റെ ഫൈനൽ ഇക്വേഷൻ എങ്ങനെ വരും എന്ന് വെച്ചാൽ 2x by 78 minus x എന്ന് വെച്ചാൽ ഈക്വൽ ടു 7/3 എന്ന് വരും. അതായത് 6x പ്ലസ് ഒന്നുമില്ല, 6x ഈക്വൽ ടു 546 മൈനസ് 7x എന്ന് വരും. അതായത് 6x പ്ലസ് 7x ഇതിങ്ങോട്ട് എടുത്താൽ 13x ഈക്വൽ ടു 546 എന്ന് വരും. എക്സ് എന്ന് പറഞ്ഞാൽ 42 എന്ന് ആൻസർ വരും. അപ്പം ഇതിനു വേണ്ടി 13ൻ്റെ ടേബിൾ പഠിക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മിനിമം 15ൻ്റെ വരെയെങ്കിലും SSC എക്സാമിന് പോകുന്നവർ ടേബിൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. സോ കറക്റ്റ് ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ 42 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Three numbers are in the ratio 2:5:7. The sum of the smallest and the largest number equal the sum of the second number and 16. What is the number? Smallest number എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2:5:7 ഇതാണ് റേഷ്യോ. ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ് നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9x എന്ന് കിട്ടും കേട്ടോ. റേഷ്യോ ആയതുകൊണ്ട് എക്സ് എഴുതുന്നത് 9x എന്ന് പറഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു സെക്കൻഡ് നമ്പർ 5x പ്ലസ് 16. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ. 4x ഈക്വൽ ടു 16 എന്ന് എഴുതാം. എക്സ് എന്ന് പറഞ്ഞാൽ 4 എന്ന് കിട്ടും. പക്ഷേ ചോദിച്ചിരിക്കുന്ന എക്സ് അല്ല, സ്മോളസ്റ്റ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. സോ സ്മോളസ്റ്റ് നമ്പർ എത്രയാണ്? 2 എന്ന് പറഞ്ഞാൽ 2x ആയിട്ട് നമ്മളിവിടെ എടുക്കുക. 2 × 4 is 8. ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. The ratio of the number of students in 3 classes is 1:2:3.
If 20 students are included in each class, the ratio becomes 3:5:7. What was initially the total number of students in the 3 classes എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന റേഷ്യോ എഴുതാം. 1:2:3 ആണ്. ഇതിൻ്റെ അകത്തേക്ക് 20 സ്റ്റുഡൻസിനെ എല്ലാ ക്ലാസ്സിലും ചേർത്ത് കഴിഞ്ഞാൽ 3:5:7 എന്ന റേഷ്യോ മാറും. അപ്പോൾ ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് ഞാൻ ഈ 2 എണ്ണം മാത്രം എടുക്കുന്നു, 3 റേഷ്യോസും കൂടെ എടുക്കുന്നില്ല. 2 റേഷ്യോ എടുക്കുമ്പോൾ എന്താണ് വരുന്നത്? 1 നമ്മൾക്ക് റേഷ്യോ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എക്സ് എടുത്തു. 1x + 20 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്നു? 3 എന്ന് കിട്ടുന്നു. ഡിവൈഡഡ് ബൈ 2 എണ്ണം ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ. സോ 2x + 20 ചെയ്താൽ എന്ത് വരും? 5 എന്നും വരും. സോ 3/5. ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഗീവ്സ് 5x + 100 ഈസ് ഈക്വൽ ടു 6x + 60. ഇത് നമുക്കിനി സോൾവ് ചെയ്യാം. ഈ 5xനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ 1x വരും. 60നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ 40 വരും. അതായത് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 40 ആണ്. നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ് ക്വസ്റ്റ്യനിൽ? വാട്ട് വാസ് ദ ഇനീഷ്യൽ ടോട്ടൽ നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യൽ റേഷ്യോ തന്നിരിക്കുന്നത് എത്രയാണ്? 1:2:3. ഇതാണ് ഇനീഷ്യൽ റേഷ്യോ, അതായത് 6. റേഷ്യോ ആയതുകൊണ്ട് തന്നെ 6x. എക്സിൻ്റെ വാല്യൂ 40 എന്ന് കിട്ടി. സോ 6 × 40 വിച്ച് ഈസ് ഈക്വൽ ടു 240 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഇനീഷ്യൽ റേഷ്യോ. 3 ക്ലാസ്സിനും കൂടെ സം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4. What is the ratio of the mean proportion between 24 and 150 and the third proportion between 12 and 6√5? അപ്പോൾ ആദ്യം നിൽക്കുന്ന 2 നമ്പേഴ്സിൻ്റെ ബിറ്റ്വീനുള്ള മീൻ പ്രപ്പോർഷനും പിന്നെ തന്നിട്ടുള്ള 2 നമ്പേഴ്സിൻ്റെ തേർഡ് പ്രപ്പോർഷനും തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മീൻ പ്രപ്പോർഷൻ്റെ എങ്ങനെയാണ് മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ മീൻ പ്രപ്പോർഷൻ ഇക്വേഷൻ √(xy) എന്നാണ്. ആദ്യത്തെ നമ്പറിന് എക്സ് എന്നും രണ്ടാമത്തെ നമ്പറിന് വൈ എന്നെടുത്താൽ മീൻ പ്രപ്പോർഷൻ √(xy). ഇനി തേർഡ് പ്രപ്പോർഷൻ ആണെങ്കിൽ കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോർമുല y²/x. അപ്പോൾ ഇവിടുത്തെ രണ്ടാമത്തെ നമ്പർ y² ആൻഡ് ആദ്യത്തെ നമ്പറിന് എക്സ് ആയിട്ട് എടുത്തിട്ട് ആ രണ്ടാമത്തെ നമ്പറിൻ്റെ സ്ക്വയർ / ആദ്യത്തെ നമ്പർ എന്ന് ചെയ്താൽ മതി. നമുക്ക് ചെയ്ത് നോക്കാം ആദ്യം തന്നെ എന്താണ്. നമുക്കിനി ആദ്യം മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് നമ്പേഴ്സ് മീൻ പ്രപ്പോർഷൻ ഓഫ് ആദ്യം തന്നിരിക്കുന്ന നമ്പേഴ്സ് 24 × 150. അപ്പോൾ ഇതിൻ്റെ മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാം. റൂട്ട് മാറ്റാനായിട്ട് നമുക്കിതിനെ ഫാക്ടറൈസ് ചെയ്യാം. √24 എന്ന് പറഞ്ഞാൽ 2 × 2 4 × 2 8 × 3 ആണല്ലോ 24. 150 എന്ന് പറഞ്ഞാൽ 3 × 5 15 × 2 × 5 10. ഇത്രയും റൂട്ടിൻ്റെ അകത്താണ്. ഇനി നമുക്ക് റൂട്ട് മാറ്റാനായിട്ട് 2 നമ്പേഴ്സ് അകത്ത് വേണം അല്ലേ. 2 2നെ നമ്മൾ റൂട്ടിൻ്റെ പുറത്തെടുത്തു 2 ആക്കി എഴുതി. ഇനി അടുത്ത 2 2 എടുത്തു, അതിനെ 2 എഴുതി. 2 3 എടുക്കുന്നു, 3 എഴുതി. 2 5 എടുക്കുന്നു, 5നെ എഴുതി. ഇതെല്ലാം കൂടി ഇൻറ്റു ചെയ്യാം. 5 3s are 15 and 2 2s are 4. അപ്പോൾ 15 × 4 is 60. അപ്പോൾ മീൻ പ്രപ്പോർഷൻ നമുക്ക് 60 എന്ന് കിട്ടി. അടുത്ത് നമുക്ക് 12 and 6√50ൻ്റെ തേർഡ് പ്രപ്പോർഷനാണ് കണ്ടുപിടിക്കേണ്ടത്. തേർഡ് പ്രപ്പോർഷൻ 6√5 ആണ് y ആയിട്ട് തന്നേക്കുന്നത്. 6√5 × 6√5 ഡിവൈഡഡ് ബൈ 12 y²/x ഫോമാറ്റിൽ എഴുതി. ഇനി നമുക്കിതിനെ ഇൻറ്റു ചെയ്തിട്ട് 6 6 36 × 5 ഡിവൈഡഡ് ബൈ 12. 12 3 പ്രാവശ്യം 36, 5 3s are 15. സോ തേർഡ് പ്രപ്പോർഷൻ കിട്ടി 15. ഫസ്റ്റ് പ്രപ്പോർഷൻ 60. സോ 60:15 എന്നാണ് നമുക്ക് വരേണ്ടത്. ഇത് നമുക്ക് ചെറുതാക്കി എഴുതുമ്പോൾ 15 × 4 ആണ് 60. 4:1 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ 4:1 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. If A is to B equal to 3:4, B is to C equal to 2:3, then the value of A plus B is to B plus C is to C plus A ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് A is to Bയുടെ വാല്യൂ ആദ്യം എഴുതാം. A is to B എന്ന് പറഞ്ഞാൽ 3:4 B is to C എന്ന് പറഞ്ഞാൽ 2:3 ആണ്.
അപ്പം ഇതിനകത്ത് നോക്കിയാൽ വാല്യൂസ് സിമെട്രിക്കൽ അല്ലേ. ഇവിടെ ബിയുടെ വാല്യൂ 4 ആണെങ്കിൽ ഇവിടെ ബിയുടെ വാല്യൂ വെറും 2 ഉള്ളൂ. അപ്പോൾ നമുക്കിത് സെയിം ആക്കാൻ ഒന്നെങ്കിൽ നിങ്ങൾക്ക് A/B/C കണ്ടുപിടിക്കാനായിട്ട് ഇങ്ങനെ ഇൻറ്റു ചെയ്ത് താഴത്തോട്ട് എഴുതത്തില്ലേ, സിമിലർ മെത്തേഡിൽ. മീൻസ് ഇവിടെ 2 ആണെങ്കിൽ അതേ വാല്യൂ തന്നെ ഇവിടെ എഴുതിയിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ ഇവിടെ 2 ഇക്വേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ബിയുടെ വാല്യൂ 4 ഇവിടെ 2 സോ ഇവിടെ 4 ആക്കിയാൽ മതി. അപ്പോൾ ഈ ഇക്വേഷനെ ഞാൻ ഇൻറ്റു 2 ചെയ്യുന്നു. നമുക്ക് B/C 4:6 എന്ന് കിട്ടും. അപ്പോൾ A/B/C എന്ന് വെച്ചാൽ 3:4:6 എന്ന് വരും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A+B ആണ്. സോ ആദ്യം A+B ചെയ്താൽ 4 + 3 7:, അടുത്തത് B+C ആണ്. 6 + 4 = 10:, അടുത്തത് C+A ആണ്. C+A എന്ന് പറഞ്ഞാൽ 6 + 3 9. സോ കറക്റ്റ് ആൻസർ 7:10:9. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ 2. 2019 MTSന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. If 4A = 6B = 5C, then A/B/C എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ചെയ്യാനായിട്ട്. എന്നാലും ഞാൻ ഒന്നും ചെയ്ത് കാണിക്കാം. 4A = 6B = 5C എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം A/B/C കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, A കണ്ടുപിടിക്കാൻ എയുടെ കോഎഫിഷ്യൻ്റ് എടുക്കരുത്, ബാക്കി രണ്ടെണ്ണം ഇൻറ്റു ചെയ്യുക. 6 × 5 30. ബി കണ്ടുപിടിക്കാനായിട്ട് ബിയുടെ കോഎഫിഷ്യൻ്റ് എടുക്കണ്ട, സിയും എയും ഇൻറ്റു ചെയ്യുക. കോഎഫിഷ്യൻസ് 4 × 5 20. അടുത്തത് സി ആണ്. സിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ സി എടുക്കണ്ട, ബാക്കി രണ്ട് കോഎഫിഷ്യൻ്റ് ഇൻറ്റു ചെയ്യുക. 4 × 6 24. ഇതാണ് ആൻസർ വരേണ്ടത്. പക്ഷേ ഇത് നമുക്ക് ഒന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ 15:10:12 എന്ന് ആൻസർ കിട്ടും. സോ ഓപ്ഷൻ സെക്കൻഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 15:10:12. Age of two persons are 36 and 50 years respectively. If after n years the ratio of their ages will be 3:4, then the value of n is എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഏജ് തന്നിട്ടുണ്ട്. എത്രയോ വർഷം കഴിയുമ്പോൾ അവരുടെ ഏജിൻ്റെ റേഷ്യോ 3:4 ആയി മാറുമെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാണ് 3:4 ആയി മാറുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇപ്പോഴത്തെ ഏജ് 36ഉം 50ഉം ആണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു n കൂടിയാൽ ഇവിടുത്തെ കേസിൽ 3ഉം ഇവിടുത്തെ കേസിൽ 4ഉം വരുന്നു. ഇവരുടെ റേഷ്യോ എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്യുക, എന്നിട്ട് എൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് 144 + 4n = 150 + 3n എന്ന് വരും. ഇതിനെ ഇപ്പുറത്തേക്ക് സബ്ട്രാക്ട് ചെയ്യുക, ഇതിനെ ഇപ്പുറത്തേക്കും സബ്ട്രാക്ട് ചെയ്യുക. സോ n = 6 എന്ന് ആൻസർ കിട്ടും. ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ. The income of A and B are ₹12,000 and 8,000 respectively. The ratio of their monthly expenses is 5:3. If they have equal savings each month, what is the savings per month of A and B എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് അവരുടെ ഇൻകം, വരുമാനം തന്നിട്ടുണ്ട്, ചെലവും തന്നിട്ടുണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഒരേ തുകയാണ് അവർ സേവ് ചെയ്യുന്നത് എങ്കിൽ അവരുടെ സേവിങ് എത്രയാണ്, ഒരു മാസം എത്ര രൂപ അവർ ബാക്കി വെക്കുന്നുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, ബേസിക് ഇക്വേഷൻ തന്നെ ചെയ്യാം നമുക്ക്. 12,000 ഒരാളുടേത്, ആദ്യത്തെ ആളുടേത് 12,000 ആണ്. 12,000 അയാളുടെ എക്സ്പെൻഡിച്ചർ 5 വന്നു, 5x ആണ് റേഷ്യോ ആയത് കാരണം, ഡിവൈഡഡ് ബൈ 8,000 മൈനസ് ഇയാളുടെ എക്സ്പെൻഡിച്ചർ 3x ആണ്, =1. കാരണം ഏത് നമ്പർ ആണെങ്കിലും സേവിങ് രണ്ടുപേരുടെ ഈക്വൽ ആണ്. അപ്പോൾ അത് വെട്ടിക്കഴിഞ്ഞാൽ എന്താകും, 1 ആകും. നമുക്ക് എങ്ങനെ എഴുതാം, 12,000 മൈനസ് 5x എന്ന് വെച്ചാൽ =8,000 മൈനസ് 3x. അപ്പോൾ ഈ 3യെ, ഈ 5നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, ഈ 8,000നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. സോ 4,000 = 2x എന്ന് വരും. അപ്പോൾ എക്സ് എത്ര വരും, 2,000 എന്ന് വരും. ഇതിലൂടെ നമ്മുടെ എക്സ് അല്ല ചോദിച്ചേക്കുന്നത്. എക്സ് നമ്മുടെ എന്താണ്, ഈ എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ ആയിട്ടുള്ള നമ്പറിനെയാണ് നമ്മൾ എക്സ് എന്ന് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെൻഡിച്ചർ കണ്ടുപിടിക്കാം. ആദ്യത്തെ ആളുടെ 5x ആണ് എക്സ്പെൻഡിച്ചർ, അതായത്
5 into 2000 which is 10,000. 10,000 ആണ് ആദ്യത്തെ ആളുടെ എക്സ്പെൻഡിച്ചർ. അപ്പോൾ അയാളുടെ സേവിങ് എത്ര ആയിരിക്കും എന്ന് നമുക്ക് കിട്ടും അതിൻ്റെ അകത്തുനിന്ന്. കാരണം അയാളുടെ വരുമാനം എന്ന് പറഞ്ഞാൽ 12,000 ആയിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് അയാളുടെ ചിലവായിട്ടുള്ള 10,000 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 2,000 എന്ന് തന്നെ ഇവിടെയും ആൻസർ കിട്ടും. സോ അയാളുടെ സേവിങ് എന്ന് പറഞ്ഞാൽ 2,000 രൂപയായിരുന്നു. രണ്ടുപേരുടെയും സേവിങ് സെയിം ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരാളുടേത് കണ്ടുപിടിച്ചാൽ മതി. കറക്റ്റ് ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ 2,000 ആണ്. The ratio of the sum of the salaries of A and B to the difference of their salaries is 11:1. The ratio of the sum of the salaries of B and C to the difference of their salaries is also 11:1. If A's salary is highest and C's is the lowest, then what is B's salary in rupees, given that the total of their salaries is 18,200 എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എയുടെയും ബിയുടെയും സാലറിയുടെ സമ്മിൻ്റെ ഡിഫറൻസിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. അതുപോലെ ബിയുടെയും സിയുടെയും തന്നിട്ടുണ്ട്. മൊത്തം തുക എത്രയാണ് ഇവരുടെ മൂന്നുപേരുടെ സാലറിയും കൂടെ കൂട്ടിയാൽ നിന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ബിയുടെ സാലറി എത്രയാണ് എന്ന് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ ആദ്യം എഴുതാം. A + B ഡിവൈഡഡ് ബൈ A - B എന്ന് പറഞ്ഞാൽ 11:1 ആണ് തന്നിട്ടുണ്ട്. ഇവിടെ സാലറിയുടെ സമ്മ് ഡിവൈഡഡ് ബൈ സാലറിയുടെ ഡിഫറൻസ്. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്റു ചെയ്തിട്ട് എഴുതാം. A + B എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 11A - 11B എന്ന് എഴുതാം. അപ്പം നമുക്ക് ബീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം, എയെ ഇങ്ങോട്ടും കൊണ്ടുവരാം. ബീനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം 12B = 10A എന്ന് കിട്ടും. അപ്പോൾ B/A is 10/12, അതായത് 5/6. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അടുത്ത വാല്യൂസ് വരുന്നത്. അതായത് B + C/B - Cയും എന്താണ് 11/1 തന്നെയാണ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആൻസർ തന്നെയല്ലേ വരിക. അവിടെ ഒരു വ്യത്യാസമേ ഉള്ളൂ. B/C എന്ന് പറഞ്ഞാൽ 6/5 എന്ന് വരും. ബിയുടെ വാല്യൂ 6, സിയുടെ വാല്യൂ 5. ആദ്യത്തെ കേസിൽ ബിയുടെ വാല്യൂ 5ഉം എയുടെ വാല്യൂ ആണ് 6 വരുന്നത്. സോ നമുക്കിവരെ സിമിലർ ആക്കാം. നേരത്തെ പ്രോബ്ലം ചെയ്തതുപോലെ A/B 6:5 എന്നും ബി എഴുതണ്ട, നമുക്ക് ആദ്യം സി എഴുതാം. C/B എന്ന് പറഞ്ഞാൽ 5:6 എന്നും ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഈ ബീനെ രണ്ടിനെയും സിമിലർ ആക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 6 ചെയ്യുന്നു, സെക്കൻഡ് ഇക്വേഷനിന് ഇൻറ്റു 5 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A/B/C എന്നുള്ളതിൻ്റെ വാല്യൂ കിട്ടും. വിച്ച് വിൽ ബി 6 36:30:25 എന്ന് കിട്ടും. നമ്മളോട് ചോദിച്ചേക്കുന്നത് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ്, ബിയുടെ സാലറി. അപ്പം നമുക്ക് മൊത്തം A + B + C തന്നിട്ടുണ്ട്, 18,200 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബിയുടെ സാലറി എങ്ങനെ കണ്ടുപിടിക്കും? ബിയുടെ നമ്പർ എത്രയാണ്? 30 ആണ്. 30 ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ എടുക്കുക. ടോട്ടൽ 1 and 9 എന്ന് വരും. 91 ഇൻറ്റു 18,200 ചെയ്താൽ നമുക്ക് ബിയുടെ ആൻസർ കിട്ടും. സോ 91 × 2 ആണ് 182. ബാക്കി നമുക്ക് ഇൻറ്റു ചെയ്ത് 6,000 എന്ന് ബിയുടെ സാലറി കിട്ടും. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 3 6,000 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ. കുറച്ച് ഹോംവർക്ക് പ്രോബ്ലംസ് തരാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2011 MTS എക്സാമിന് ചോദിച്ചാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2019 ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള 60 ആണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ 2019 MTSൻ്റെ ആണ്. കറക്റ്റ് ആൻസർ തേർഡ് ഓപ്ഷൻ ആണ്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ 2019 MTS എക്സാമിൻ്റെ ആണ്. ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ 4 140 ആണ്. ആൻഡ് ഇത് 2019 MTSൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള 72:180:315:490 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2019 ചോദിച്ചിട്ടുള്ളതാണ് MTS എക്സാമിന്. ആൻഡ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഫോർത്ത് ഓപ്ഷൻ ആയിട്ടുള്ള 195 ആണ്.
ഇത്രയും ക്വസ്റ്റ്യൻ ആണ് SSC MTS നിന്ന് പ്രീവിയസ് എനിക്ക് തോന്നുന്നു ഒരു 7 to 8 ഇയേഴ്സിൻ്റെ വരെ ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അത്രയിൽ നിന്ന് വന്നിട്ടുള്ള പ്രോബ്ലംസ് ഓൾമോസ്റ്റ് എല്ലാ പ്രോബ്ലംസും തന്നെ ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ആൻഡ് നമ്മൾ മാത്സിൻ്റെ കാര്യം നോക്കുമ്പോൾ സ്പീഡ് കൂട്ടുക എന്നുള്ളൊരു എയിം തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്പർ ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഏതെങ്കിലും പ്രോബ്ലംസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതവിടെ മാർക്ക് ചെയ്ത് വെക്കുക ഏത് പ്രോബ്ലം ആണെന്നും. അടുത്ത ദിവസം വീണ്ടും ചെയ്യുക. അങ്ങനെ ചെയ്ത് എക്സാമിൻ്റെ തലേദിവസം നിങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം ചെയ്തിട്ട് കിട്ടാത്ത പ്രോബ്ലം എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് തലേന്ന് വേണമെന്നില്ല ഒരു 2-3 ദിവസം മുന്നേ അതൊന്നും കൂടെ നോക്കിയിട്ട് എക്സാമിന് പോകാവുള്ളൂ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.